അസ്സാം വലൈക്കും ഗായ്സ്, വെൽക്കം ടു ഷെമിബാസ്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു ബ്ലോഗുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. പുതിയ കമ്പനിയുടെ ജോലി തിരക്കും മറ്റും കാരണം വ്ളോഗ് ചെയ്യാനൊന്നും സാധിച്ചില്ല. അപ്പോൾ എന്തായാലും റമളാൻ എത്തിയിരിക്കുകയാണല്ലോ. അപ്പോൾ റമളാൻ്റെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വെച്ചു. പരിശുദ്ധ റമളാനെ ഞങ്ങൾ വരവേൽക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ട് റമളാൻ ആരംഭിക്കുന്നതിൻ്റെ 2-3 ദിവസം മുമ്പ് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലാറ്റൊക്കെ ഒന്ന് തകർത്ത് ഡീപ്പ് ക്ലീൻ ചെയ്തിരുന്നു. അപ്പോൾ അതുകൂടാതെ പെസ്റ്റിസൈഡ്സിൻ്റെ ആൾക്കാരെയൊക്കെ വിളിച്ച് ഞങ്ങൾ ഒന്ന് കൂറകൾക്കും പാറ്റയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ മരുന്നൊക്കെ അടിച്ച് എല്ലാം ഒന്ന് ഡീപ്പ് ക്ലീനിങ് നടന്നു. അങ്ങനെ ഈ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും ആദമിൻ്റെയും ഫിൽസയ്ക്കും പാകമാവാത്തതും ചെറുതായിട്ടുള്ള ഷൂസ്, അതുപോലെ തന്നെ കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ റൂമിൻ്റെ നേരെ താഴെ തന്നെയുള്ള ചാരിറ്റിയുടെ ഒരു ബോക്സ് ഉണ്ട്, യുഎയിലുള്ളവർക്ക് അറിയുന്നതാണല്ലോ. ഞങ്ങൾ എല്ലാം അതിൽ കൊണ്ടിട്ടു. പിന്നെ റമളാൻ്റെ ഭാഗമായിട്ടുള്ള പർച്ചേസ് ആയിരുന്നു മറ്റൊന്ന്. ഞങ്ങൾ വർഷത്തിലൊരിക്കൽ അതുപോലെ തന്നെ റമളാനോടനുബന്ധിച്ച് കൊണ്ട് ചില പാത്രങ്ങളൊക്കെ മാറ്റും. അതായത് പഴയ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്തതും അതുപോലെ കുറച്ച് പഴയതായൊക്കെ സാധനങ്ങളൊക്കെ മാറ്റി അതൊക്കെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നത് അജ്മാനിലത്തെ ഒരു മാർക്കറ്റിൽ നിന്നായിരുന്നു. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ എടുക്കാം. ഇവിടെ കുറച്ച് ഡെക്കറേഷൻ സാധനങ്ങൾ വാങ്ങണം. കഴിഞ്ഞ കുറെ സമയമായിട്ട് ഷെമിലിനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. റമളാൻ പ്രമാണിച്ച് പുതിയ ക്ലോക്കുകൾ പഴയ ക്ലോക്കിൻ്റെ സ്ഥാനത്തേക്ക്. എന്താണിത്? പിന്നീട് ഗ്രോസറി പർച്ചേസ് ഞങ്ങൾ നടത്തിയിരുന്നത് ഷാർജയിലെ സഫാരി മാളിലും അതുപോലെ തന്നെ നെസ്റ്റിലൊക്കെ പോയിട്ടാണ്. നെസ്റ്റവും സഫാരി മാളൊക്കെ റമളാൻ്റെ ഭാഗമായിക്കൊണ്ട് അത് നന്നായി ഡെക്കറേറ്റ് ചെയ്ത് ഈ പിന്നെ റമളാൻ കരീമിൻ്റെ സ്റ്റിക്കറും ലൈറ്റൊക്കെ വെച്ച് അടിപൊളിയായിരുന്നു കാണാൻ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഗ്രോസറി പർച്ചേസും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. അങ്ങനെ ഫുൾ സജ്ജമായിക്കൊണ്ട് ഞങ്ങൾ റമളാനെ വരവേറ്റു. ഇന്ന് റമളാൻ നോമ്പിൻ്റെ 1ാമത്തെ ദിവസം, പകുതിയല്ല 3/4 ഭാഗം കഴിഞ്ഞു. ഏകദേശം സമയം 4 മണിയായിട്ടുണ്ട്. അപ്പോൾ ഷെമീല എത്തിയിട്ടില്ല. ഷെമീല ഡ്യൂട്ടി കഴിഞ്ഞ് ഓൺ ദ വേ ആണ്. എനിക്കൊന്ന് നല്ല ട്രാഫിക്കാന്ന് തോന്നുന്നു. കാരണം ഈ നോമ്പിൻ്റെ സമയത്ത് എല്ലാവരുടെ ടൈമിങ്ങും ഒരുപോലെ ആയതുകൊണ്ട് തന്നെ റോഡുകളിൽ ദുബായ് ടു ഷാർജ ഹെവി ട്രാഫിക് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഷെമീല ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ക്ഷീണിച്ച് വരികയായിരിക്കും. അപ്പുറത്തെ കിച്ചണിൽ താത്ത എന്തൊക്കെയോ വിഭവങ്ങളാക്കി തുടങ്ങിയിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് ഫിൽസ നോമ്പ് നോക്കി ഇങ്ങനെ താഴ്ബാനായിട്ടിരിക്കുന്നുണ്ട്. ഫിൽസ ഇവിടെ എന്ത് കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹലോ ഫിൽസ, നോമ്പുണ്ടായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് നോമ്പ്? അടിപൊളിയാണ്. സ്കൂളിൽ പോയിട്ട് ഫ്രണ്ട്സിന് ആർക്കൊക്കെ നോമ്പുണ്ടായിരുന്നു? ആർക്കും മാത്രമാ? എനിക്കറിയില്ല. ചോദിക്കണ്ടേ നോമ്പുണ്ടായിരുന്നു? ഫസ്റ്റ് നോമ്പ് ഓൾമോസ്റ്റ് ഫിനിഷ് ആവാൻ പോകുന്നല്ലേ? നീ വെയിറ്റിംഗ് ഫോർ വാട്ട്? മമ്മ. വെയിറ്റിംഗ് ഫോർ മമ്മ. നോമ്പ് നോക്കുമ്പോ ഫുഡ്. എന്ത് ഫുഡ് ഇഷ്ടം? എവറി ഫുഡ്. ഫസ്റ്റ് എന്താ ആഗ്രഹിക്കുന്നത് നീ നോമ്പ് ഉച്ചപാട്? മാംഗോ കഴിക്കാനാ? യെസ്. സ്പെഷ്യലാ ടുഡേ. ഇന്ന് ഓറഞ്ച് ജ്യൂസ്, മാംഗോ ഷേക്ക്, പിന്നെ നോർമൽ ഫ്രൂട്ട്സ്. എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് എൻ്റെ ഫേവറേറ്റ് അല്ലേ? അതുണ്ട്. പ്ലംസ് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. പിന്നെ കുറേ ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിക്കുന്നില്ല, എല്ലാം വേസ്റ്റ് ആക്കുന്നു. നോമ്പ് കുറിച്ചിട്ട് കഴിക്കുന്നില്ല. സോ ദാറ്റ്സ് ഓൾ.
അൽഹംദുലില്ലാ, അങ്ങനെ ഞങ്ങളുടെ 1-ാം ദിനത്തെ നോമ്പ് അത് ഭംഗിയായി അവസാനിച്ചു. നാളെ നാട്ടിൽ നോമ്പാണ്. നാളെ നാട്ടിൽ നോമ്പ് വെക്കുന്ന എല്ലാവർക്കും റമദാൻ കരീം. അപ്പോൾ റമദാനിലെ മറ്റു വിശേഷങ്ങളുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഗുഡ് ബൈ.